+1 മാത്തമാറ്റിക്സിൽ സെറ്റ്സ് എന്ന ചാപ്റ്ററിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് ഇതിലെ യൂണിയൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇവിടെ നമുക്ക് രണ്ട് സെറ്റ് എടുക്കാം. A is equal to set 1, 2, 3, 4, 5. B is equal to set 2, 4, 6, 8. ഈ രണ്ട് സെറ്റിലെ എലമെന്റ്സിനെ എല്ലാം കൂടി ഒരുമിച്ച് എഴുതുന്ന സെറ്റാണ് എ യൂണിയൻ ബി. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണല്ലോ. എ യൂണിയൻ ബി. എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു രണ്ട് സെറ്റിലെ എലമെന്റ്സ് 1, 2, 3, 4, 5, 6, 8. ഇപ്പൊ ഒരു സെറ്റിലെ എലമെന്റ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതില്ല. അപ്പോൾ ഏതൊക്കെയായിരുന്നു? 1, 2, 3, 4, 5, 6, 8. ഇനി എ യൂണിയൻ ബിയിലെ ഓരോ എലമെന്റും ഒന്നുകിൽ എയിൽ കാണും അല്ലെങ്കിൽ ബിയിൽ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ അതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതുന്നത്? എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ദി സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. ഇവിടെ ഈ ഓർ കണ്ടേ, ഓർ ഇവിടുത്തെ ഈ ഓർ എന്ന് പറഞ്ഞാൽ ഈ ഓരോ സെറ്റും ഒന്നുകിൽ എയിൽ അല്ലെങ്കിൽ ബിയിൽ ഉണ്ടാവും. അപ്പം എ യൂണിയൻ ബി വരുമ്പം ഇവിടെ എന്താ വരുന്നത്? ഓറാണ്. അപ്പൊ എ യൂണിയൻ ബിയിലെ ഓരോ എലമെന്റും ഒന്നുകിൽ സെറ്റ് എയിൽ ഉണ്ടാവും അല്ലെങ്കിൽ സെറ്റ് ബിയിൽ ഉണ്ടാവും. ഇനി നമുക്ക് ഈ രണ്ട് സെറ്റിലെയും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെ ഒന്ന് എഴുതാം. ഈ രണ്ട് സെറ്റിലെയും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? 2ഉം 4ഉം. ഇവിടെ 2 ഉണ്ട്, ഈ സെറ്റിലും ഉണ്ട്. 1 എയിലുണ്ട്, പക്ഷെ ബിയിലുണ്ടോ? ഇല്ല. 2 എയിലും ഉണ്ട്, ബിയിലും ഉണ്ട്. 4 എയിലും ഉണ്ട്, ബിയിലും ഉണ്ട്. അപ്പൊ അതുപോലെ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? 2ഉം 4ഉം. അപ്പൊ 2ഉം 4ഉം എയിലും ഉണ്ട്, ബിയിലും ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി, ഈ രണ്ട് സെറ്റിന്റെ ഇന്റർസെക്ഷൻ ആണ് കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സിന്റെ സെറ്റ്. അപ്പൊ സെറ്റ് 2, 4 ഈ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സിന്റെ സെറ്റാണ് എ ഇന്റർസെക്ഷൻ ബി. എ യൂണിയൻ ബി ആണെങ്കിലോ രണ്ടിലും വരുന്ന എലമെന്റ്സ് എല്ലാം കൂടി ഒരുമിച്ച് എഴുതുന്നതാണ് എ യൂണിയൻ ബി. അപ്പൊ ഈ ഇന്റർസെക്ഷനിലെ എലമെന്റ്സ് 2ഉം 4ഉം ആണല്ലോ. അപ്പൊ നമുക്ക് ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതാം? എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ദി സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. അപ്പം ഈ എ ഇന്റർസെക്ഷൻ ബിയിലെ ഈ സെറ്റിലെ ഓരോ എലമെന്റും എയിലും ഉണ്ട്, ബിയിലും ഉണ്ട്. അപ്പം എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. ഇവിടെ കണ്ടോ ആൻഡ് വീഴുമ്പം എ ഇന്റർസെക്ഷൻ ബി വന്നപ്പോൾ ഇവിടെ ആൻഡ് വന്നു. എ യൂണിയൻ ബി വന്നപ്പോഴോ ഓർ. ഒന്നുകിൽ എയിലോ അല്ലെങ്കിൽ ബിയിലോ ഉണ്ടാവും. അപ്പൊ രണ്ടിലും ഉണ്ടാവും. അപ്പൊ രണ്ടിലും ഉണ്ടാവണം, രണ്ട് സെറ്റിലും ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെറ്റിലെങ്കിലും ഉണ്ടാവും. അതാണ് എ യൂണിയൻ ബി. എയിലുണ്ടാവും, എയിലില്ലെങ്കിൽ അത് ബിയിലെങ്കിലും ഉണ്ടാവും. എ ഇന്റർസെക്ഷൻ ബി എന്റെ സെറ്റ് ബിൽഡർ ഫോം ഏതാ? ദി സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. അപ്പൊ ആൻഡ് എ ഇന്റർസെക്ഷൻ ബി വരുമ്പോൾ ഇവിടെ ആൻഡ്, എ യൂണിയൻ ബി വരുമ്പം ഓറും ഇവിടെ വരും. Intersection of two sets A and B. അതിന്റെ ഡെഫിനിഷൻ നോക്കിയേ. The intersection of sets A and B is a set of all elements which are common to both A and B. അപ്പൊ എക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് ആണ് അതിന്റെ ഇന്റർസെക്ഷൻ. A intersection B is equal to the set of all x such that x belongs to A and x belongs to B. ഇതിന്റെ വെൻ ഡയഗ്രാം നോക്കിയേ. ഇത് യൂണിവേഴ്സൽ സെറ്റ്. അപ്പൊ ഇത് റെക്ടാംഗിൾ ആണല്ലോ യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ രണ്ട് സെറ്റ് എയും ബിയും. അപ്പൊ എയുടെയും ബിയുടെയും കോമൺ പാർട്ടാണ് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം. അപ്പൊ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ പോർഷൻ ആണ് എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ ഇത് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ പാർട്ട് എയിലും വരും, ബിയിലും ഉണ്ടാവും. രണ്ടിലും കൂടെ കോമൺ ആയിട്ട് വരുന്ന പാർട്ടാണ് എ ഇന്റർസെക്ഷൻ ബി. എ യൂണിയൻ ബി നോക്കിയേ. എ യൂണിയൻ ബിയുടെ വെൻ ഡയഗ്രാം നമ്മൾ നേരത്തെ എഴുതിയതാണ്. എന്തായത്? ഇത് യൂണിവേഴ്സൽ സെറ്റ്, രണ്ട് സെറ്റ് എയും ബിയും. ഇതിന്റെ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഫുൾ പാർട്ട് ഇതാണ് എ യൂണിയൻ ബി. ഇതിനകത്താവുമ്പോഴെങ്ങനെ എയിലും ബിയിലും എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. ഇത് എ യൂണിയൻ ബിയും. ഇതാണെങ്കിലോ എ ഇന്റർസെക്ഷൻ ബി. ഇതിനകത്ത് കോമൺ പാർട്ട് മാത്രമേ വരൂ. ഇത് എ ഇന്റർസെക്ഷൻ ബി, ഇത് എ യൂണിയൻ ബി. ഇനി നമുക്ക് രണ്ട് സെറ്റ് എടുക്കാം. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 6, 8. ബി ഈസ് ഈക്വൽ ടു സെറ്റ് 2, 4, 6, 8. ഈ രണ്ട് സെറ്റിന്റെയും കൂടെ ഇന്റർസെക്ഷൻ ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് 2, 4, 6, 8. രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? 2, 4, 6, 8. അതിന്റെ പ്രത്യേകത നോക്കിയേ. ഈ 2, 4, 6, 8 ഈ രണ്ട് സെറ്റിന്റെയും കൂടി ഇന്റർസെക്ഷൻ ആയിട്ടുള്ള 2, 4, 6, 8 എന്ന സെറ്റ് ബി തന്നെയല്ലേ?
അപ്പോൾ ഇതിൻ്റെ ഒരു സബ്സെറ്റാണ് സെറ്റ് ബി. ഇപ്പോൾ ഈ സെറ്റിന്റെ സബ്സെറ്റാണ് ഈ സെറ്റ് എങ്കിൽ എന്തായിരിക്കും? ആ രണ്ട് സെറ്റിന്റെയും കൂടെ ഇന്റർസെക്ഷൻ സെറ്റ് ബി ആയിരിക്കും. ഇഫ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ, ദെൻ എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് ബി. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു സെറ്റിന്റെ സബ്സെറ്റ് ആണ് വേറൊരു സെറ്റ്, അടുത്ത സെറ്റ് ബി എങ്കിൽ അതിന്റെ രണ്ടിന്റെയും കൂടി ഇന്റർസെക്ഷൻ എടുത്താൽ എന്തായിരിക്കും കിട്ടുന്നത്? അതിന്റെ ഇന്റർസെക്ഷൻ സെറ്റ് ബി ആയിരിക്കും. ആ സബ്സെറ്റ് ആയിട്ടുള്ള സെറ്റ് ആയിരിക്കും അതിന്റെ ഇന്റർസെക്ഷൻ. ഇനി അടുത്ത രണ്ട് സെറ്റ് നോക്കിയേ. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 3 5 7, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 2 4 6 8. ഈ രണ്ട് സെറ്റിന്റെയും ഇന്റർസെക്ഷൻ ഒന്ന് നോക്കിയേ. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലിമെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ എന്തായിരിക്കും? ഇത് എം ടി സെറ്റ് ആവുമല്ലോ. അപ്പൊ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലിമെന്റ്സ് ഇല്ല എങ്കിൽ ആ സെറ്റ് രണ്ട് സെറ്റിന്റെയും കൂടി ഇന്റർസെക്ഷൻ എന്തായിരിക്കും? എം ടി സെറ്റ് ആയിരിക്കും. എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 5. രണ്ട് സെറ്റില് കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഇല്ല എങ്കിൽ അതിന്റെ ഇന്റർസെക്ഷൻ എം ടി സെറ്റ് ആണെങ്കിൽ ഇതിനെ നമ്മൾ ആ രണ്ട് സെറ്റിനെ നമ്മൾ ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്നാണ് പറയുന്നത്. ഡിസ്ജോയിന്റ് സെറ്റ്സ് ഇതാണ്. ഇഫ് എ ആൻഡ് ബി ആർ ടു സെറ്റ്സ് such that A intersection B is equal to empty set, then A and B are called disjoint sets. Disjoint sets ന്റെ ഇത് നോക്കിയേ. വെൻ ഡയഗ്രാം എങ്ങനെയാ? ഇത് യൂണിവേഴ്സൽ സെറ്റ്, ഇത് റെക്ടാംഗിളിനെ യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ റെക്ടാംഗിളിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. സെറ്റ് എയും സെറ്റ് ബിയും ഇത് കണ്ടോ? ഇതിനകത്ത് കോമൺ ആയിട്ട് എലമെന്റ്സുകൾ ഒന്നുമില്ല. രണ്ട് സെറ്റും വേറെ വേറെയാണ്. ഇതിനകത്ത് കോമൺ ആയിട്ട് എലമെന്റ്സ് ഒന്നുമില്ല. അപ്പൊ എന്താ ഈ സെറ്റ്? ഇത് ഡിസ്ജോയിന്റ് സെറ്റ്സ് ആണ്. ഇതിന്റെ കോമൺ ആയിട്ടുള്ള എലമെന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിന്റെ ഇന്റർസെക്ഷൻ എം ടി സെറ്റ് ആണ്. അടുത്തത് സം പ്രോപ്പർട്ടീസ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ഇന്റർസെക്ഷൻ. നമ്മൾ യൂണിയനിൽ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിച്ചു. അതേപോലെ തന്നെ ഇന്റർസെക്ഷനിലും ഉള്ള പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ആദ്യത്തേത് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ. ഇത് കമ്മ്യൂട്ടേറ്റീവ് ലോ ആണ്. നമ്മൾ യൂണിയനിൽ പഠിച്ചല്ലോ, എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ. അതേപോലെ തന്നെ ഇന്റർസെക്ഷനിലും എന്താ ഇവിടെ? എ ഇന്റർസെക്ഷൻ ബിയും ബി ഇന്റർസെക്ഷൻ എയും ഈക്വൽ ആണ്. ഈ പ്രോപ്പർട്ടി എന്താ? കമ്മ്യൂട്ടേറ്റീവ് ലോ. നമുക്കൊരു എക്സാമ്പിൾ നോക്കിയേ. ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 3 5 7, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 3 5 9 10. ഈ രണ്ട് സെറ്റിന്റെ ഇന്റർസെക്ഷൻ നോക്കിയേ. എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു രണ്ടിലും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ഏതൊക്കെയാണ്? 3 5. സെറ്റ് 3 5. ഇനി ബി ഇന്റർസെക്ഷൻ എ നോക്കിയേ. തിരിച്ച് ഇതിന്റെയും ഈ സെറ്റിന്റെയും ഇതിന്റെയും കൂടെ ഇന്റർസെക്ഷൻ ഏതാ? ഇത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എന്താ? അതും 3 5 തന്നെയല്ലേ. അപ്പോൾ ബി ഇന്റർസെക്ഷൻ എ ഈസ് ഈക്വൽ ടു സെറ്റ് 3 5. നമുക്കത് എന്ത് പറയാം? എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ. ഈ പ്രോപ്പർട്ടിയാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. അടുത്ത പ്രോപ്പർട്ടി എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഇതാണ് അസോസിയേറ്റീവ് ലോ. ഈ പ്രോപ്പർട്ടിയാണ് അസോസിയേറ്റീവ് ലോ. നമ്മൾ യൂണിയനിൽ അസോസിയേറ്റീവ് ലോ പഠിച്ചല്ലോ. എ യൂണിയൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. അതേപോലെ തന്നെയാണ് ഈ ഇന്റർസെക്ഷനിലും. അപ്പം ഈ പ്രോപ്പർട്ടിയാണ് അസോസിയേറ്റീവ് ലോ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ 3 സെറ്റാണ് എടുത്തിരിക്കുന്നത്. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 3 5 7, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 3 5 9 10 ആൻഡ് സി ഈസ് ഈക്വൽ ടു സെറ്റ് 5 7 9. നമുക്ക് ആദ്യം നമുക്ക് ഈ രണ്ട് സെറ്റിന്റെ ഇന്റർസെക്ഷൻ എടുക്കാം. ഇന്റർസെക്ഷൻ അറിയാമല്ലോ, കോമൺ എലമെന്റ്സ്. ഈ രണ്ട് സെറ്റിലെയും കോമൺ എലമെന്റ്സ് ഏതൊക്കെയാണ്? 3 5. അപ്പം നമ്മളിവിടെ എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് 3 5. ഇനി സി ഈസ് ഈക്വൽ ടു നമുക്ക് ഈ സിയെ ഇങ്ങോട്ട് എഴുതാം. ഇനി ഈ രണ്ട് സെറ്റിൻ്റെയും കൂടെ ഇന്റർസെക്ഷൻ എടുക്കാം. ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് നമുക്ക് എഴുതാം. അപ്പോൾ അതെന്തായിരിക്കും? എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഈ രണ്ട് സെറ്റിൻ്റെ ഇന്റർസെക്ഷൻ അതെന്തായിരിക്കും? സെറ്റ് 5. ഇതിനകത്ത് കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് 5 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു സെറ്റ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു സെറ്റ് 5. ഇനി നമുക്ക് ബിയും സിയും ഈ രണ്ട് സെറ്റിൻ്റെ ഇന്റർസെക്ഷൻ എടുക്കാം. ഈ രണ്ട് സെറ്റിൻ്റെ ഇന്റർസെക്ഷൻ ഏതാ? ഈ രണ്ട് സെറ്റിലെയും കോമൺ എലമെന്റ്സ് ഏതാണ്? 5 9. അപ്പോൾ നമുക്ക് ബി ഇന്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു 5 9. ഇനി നമുക്ക് ഏതാ എടുക്കേണ്ടത്? എ എന്ന സെറ്റിൻ്റെയും ഈ സെറ്റിൻ്റെയും കൂടി ഇന്റർസെക്ഷൻ. അപ്പോൾ എ
ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. അപ്പം ഈ സെറ്റിൻ്റെ ഈ സെറ്റിൻ്റെയും ഇൻ്റർസെക്ഷൻ എടുക്കാം. അപ്പോൾ ഈ രണ്ട് സെറ്റിൽ കോമൺ എലിമെൻ്റ് ഏതാ ഉള്ളത്? 5. അപ്പോൾ സെറ്റ് 5. ഈ രണ്ട് സെറ്റ് നോക്കിയേ, എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി സെറ്റ് 5 ആണ്. എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു സെറ്റ് 5. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണല്ലോ. അപ്പോൾ ഈ സെറ്റിൻ്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്. അപ്പോൾ എന്താ, ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സിയും എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സിയും ഈക്വൽ സെറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ഇനി നമുക്ക് തേർഡ് പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കിയേ. എം ടി സെറ്റ്, ഇത് 5 ഇൻ്റർസെക്ഷൻ എ ഈക്വൽ ടു 5. അതുപോലെ യു ഇൻ്റർസെക്ഷൻ എ, യൂണിവേഴ്സൽ സെറ്റും അതിൻ്റെ സബ്സെറ്റ് ആയിട്ടുള്ള സെറ്റ് എ, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഇൻ്റർസെക്ഷൻ എടുത്താൽ എന്താ വരുന്നത്? സെറ്റ് എ. ഇത് ലോ 5 ആൻഡ് യു. ഇവിടെ ഒരു സെറ്റ് എടുക്കാം. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3. 5 എന്ന് പറഞ്ഞാൽ എന്താ? എം ടി സെറ്റ്. ഈ രണ്ട് സെറ്റിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ. അപ്പോൾ ഈ സെറ്റിൽ എന്താ എലിമെൻറ്റുകളൊന്നുമില്ല. ഈ സെറ്റിൽ 1 2 3 ആണ് ഇതിലെ എലിമെൻറ്റ്സ്. അപ്പോൾ ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലിമെൻറ്റ്സ് എടുക്കാൻ പറഞ്ഞാൽ ഇതിന് ഏതെങ്കിലും എലിമെൻറ്റ്സ് ഉണ്ടോ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത്? ഇല്ല. അപ്പോൾ എന്താ, അത് എം ടി സെറ്റ് ആയിരിക്കും. അപ്പം ഇത് 5 ഇൻ്റർസെക്ഷൻ എ, ഈ രണ്ട് സെറ്റിലെയും കൂടെ എലിമെൻറ്റ്സിൻ്റെ കോമൺ എലിമെൻറ്റ്സ് ഏതാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? അത് എം ടി സെറ്റ് ആയിരിക്കും. അതെന്താ? 5. അപ്പോൾ ഇനി യൂണിവേഴ്സൽ സെറ്റ് എടുത്താലോ നമുക്ക്? ഇതാണ് ഈ സെറ്റ് എടുക്കുവാണെങ്കിൽ അത് സബ്സെറ്റായിട്ട് വരുന്ന ഒരു സെറ്റ്. അപ്പം യൂണിവേഴ്സൽ സെറ്റ് 1 2 3 4 5 നമുക്കിവിടെ യൂണിവേഴ്സൽ സെറ്റായിട്ട് എടുത്താൽ ഈ യൂണിവേഴ്സൽ സെറ്റിൻ്റെയും സെറ്റ് എയുടെയും കൂടെ ഇൻ്റർസെക്ഷൻ എന്ന് വെച്ചാൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എലിമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1 2 3 അവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എലിമെൻറ്റ്സ് ഏതാ? സെറ്റ് 1 2 3, അതാണ് സെറ്റ്. അപ്പം യൂണിവേഴ്സൽ സെറ്റ് ഇൻ്റർസെക്ഷൻ എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3. ആ സെറ്റ് 1 2 3 ഏതാണ്? സെറ്റ് എ ആണ്. ഇനി ഫോർത്ത് പ്രോപ്പർട്ടി, എ ഇൻ്റർസെക്ഷൻ എ ഈസ് ഈക്വൽ ടു എ. നമുക്ക് എഴുതണ്ടല്ലോ എക്സാമ്പിൾ. ഒരു സെറ്റും ആ സെറ്റ് തന്നെ എഴുതിയാൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള സെറ്റ് ഏതാ? ആ സെറ്റ് തന്നെ ആയിരിക്കും. ഇതാണ് ഐഡംപൊട്ടൻറ്റ് ലോ. അപ്പം ഫോർത്ത് പ്രോപ്പർട്ടി, എ ഇൻ്റർസെക്ഷൻ എ, ഒരേപോലുള്ള രണ്ട് സെറ്റിൻ്റെ ഒരേ സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ ആ സെറ്റ് തന്നെ ആയിരിക്കും. അതാണ് ഐഡംപൊട്ടൻറ്റ് ലോ. ഇനി നമുക്ക് നാലാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി. ഇതിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇൻ്റർസെക്ഷൻ ഡിസ്ട്രിബ്യൂട്ട്സ് ഓവർ യൂണിയൻ. അപ്പോൾ ഇത് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഓക്കെ, എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 3 4 5 6, സി ഈസ് ഈക്വൽ ടു സെറ്റ് 5 6 7 8. 3 സെറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്, എ ബിയും എ ബി സി. ഇനി നമുക്ക് ഈ രണ്ട് സെറ്റിൻ്റെ യൂണിയൻ എടുക്കാം. എന്തായിരിക്കും? രണ്ട് സെറ്റിലുള്ള എല്ലാ എലിമെൻറ്റ്സും നമ്മളിവിടെ എഴുതി 3 4 5 6 7 8. ഇനി നമുക്ക് ഈ സെറ്റിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ എടുക്കാം. ഏതാ? സെറ്റ് എയുടെയും ബി യൂണിയൻ സി എന്ന സെറ്റിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ. അപ്പോഴെന്താ, ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് വരുന്ന എലിമെൻറ്റ്സ് ഏതാണെന്ന് വെച്ചാൽ അത് നമുക്ക് എഴുതാം. അപ്പം എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ഈക്വൽ ടു ഈ സെറ്റിലും ഇതിലും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന എലിമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. 3ഉം 4ഉം അല്ലേ ഉള്ളൂ, ഇവിടെയും 3ഉം 4ഉം ഉണ്ട്. അപ്പോൾ സെറ്റ് 3 4, അതാണ് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി, ഈ രണ്ട് സെറ്റിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ. അപ്പോൾ നമുക്കത് ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതാം. ഇനി എ ഇൻ്റർസെക്ഷൻ ബി എന്നെടുത്തേ. ഈ രണ്ട് സെറ്റിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ, ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? 3ഉം 4ഉം. അപ്പം എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് 3 4. ഇനി നമുക്ക് ഈ സെറ്റിൻ്റെയും ഇതിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ എടുക്കാം. ഈ രണ്ട് സെറ്റിൽ എയും സിയും. എയിലെ എലമെൻറ്റ്സും സിയിലെ എലമെൻറ്റ്സും നോക്കിയേ, ഇതിനകത്ത് ഏതെങ്കിലും എലമെൻറ്റ്സ് കോമൺ ആയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ എന്താ, അത് എം ടി സെറ്റ് ആയിരിക്കും. എ ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എം ടി സെറ്റാണ്, 5 ആണ്. ഇനി നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ, ഈ രണ്ട് സെറ്റിൻ്റെയും കൂടെ യൂണിയൻ എന്നെടുത്തേ. എ ഇൻ്റർസെക്ഷൻ ബിയുടെയും എ ഇൻ്റർസെക്ഷൻ സി എന്ന സെറ്റിൻ്റെയും കൂടെ യൂണിയൻ. ഇപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ യൂണിയൻ എടുത്താൽ എന്താ വരുന്നത്? സെറ്റ് 3 4.
ഈ സെറ്റ് 3, 4 എന്ന് പറഞ്ഞാൽ എന്താ? A ഇൻ്റർസെക്ഷൻ B യൂണിയൻ C ആണ്. അപ്പോൾ ഈ ഇക്വേഷനെ നമുക്ക് 2 എന്ന് കൊടുക്കാം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ കൂടെ ഒന്ന് നോക്കി. അപ്പോൾ എന്താ വന്നത്? A ഇൻ്റർസെക്ഷൻ B യൂണിയൻ C ഈക്വൽ ടു A ഇൻ്റർസെക്ഷൻ B യൂണിയൻ A ഇൻ്റർസെക്ഷൻ C. A ഇൻ്റർസെക്ഷൻ B യൂണിയൻ C ഈസ് ഈക്വൽ ടു A ഇൻ്റർസെക്ഷൻ B യൂണിയൻ A ഇൻ്റർസെക്ഷൻ C. അപ്പം ഇത് രണ്ടും ഈക്വൽ സെറ്റാണ്. നമ്മളിതിനെ എന്താ പറയുന്നത്? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പഠിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയാണ്? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡിഷൻ. അതെന്താണെന്ന് നോക്കാം നമുക്ക്. നമ്പേഴ്സിൻ്റെ കേസിൽ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചത് ഇത് നോക്കിയേ. 2 × 3 + 5 ഈക്വൽ ടു 2 × 3 + 2 × 5. ഇതെന്താ? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡിഷൻ. അതുപോലെ നമ്മളിവിടെ ABC എന്ന് എടുക്കാമല്ലോ. A × B + C ഈസ് ഈക്വൽ ടു A × B + A × C. നമ്മൾ ഇൻ്റർസെക്ഷനിൽ പഠിച്ച ഇത്രയും പ്രോപ്പർട്ടീസ് ആണ്. ആദ്യത്തേതാ? A ഇൻ്റർസെക്ഷൻ B ഈസ് ഈക്വൽ ടു B ഇൻ്റർസെക്ഷൻ A. അത് കമ്മ്യൂട്ടേറ്റീവ് ലോ. സെക്കൻഡ് പ്രോപ്പർട്ടി എന്താ? A ഇൻ്റർസെക്ഷൻ B ഇൻ്റർസെക്ഷൻ C ഈസ് ഈക്വൽ ടു A ഇൻ്റർസെക്ഷൻ B ഇൻ്റർസെക്ഷൻ C. അത് അസോസിയേറ്റീവ് ലോ. ഇനി 5 ഇൻ്റർസെക്ഷൻ A ഈസ് ഈക്വൽ ടു 5 U ഇൻ്റർസെക്ഷൻ A ഈസ് ഈക്വൽ ടു A. യൂണിവേഴ്സൽ സെറ്റിൻ്റെയും സെറ്റ് എയുടെയും കൂടെ ഇൻ്റർസെക്ഷൻ A. ഇതെന്താ? ലോ ഓഫ് 5 ആൻഡ് U. A ഇൻ്റർസെക്ഷൻ A ഈസ് ഈക്വൽ ടു A. അത് ഐഡംപൊട്ടൻറ്റ് ലോ. A ഇൻ്റർസെക്ഷൻ B യൂണിയൻ C ഈസ് ഈക്വൽ ടു A ഇൻ്റർസെക്ഷൻ B യൂണിയൻ A ഇൻ്റർസെക്ഷൻ C. അത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അടുത്ത ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. ഡിഫറൻസ് ഓഫ് സെറ്റ്സ് A ആൻഡ് B. രണ്ട് സെറ്റിൻ്റെ ഡിഫറൻസ് വായിക്കുന്നത് A - B. അത് എന്താ? ഇസ് എ സെറ്റ് ഓഫ് എലിമെൻറ്റ്സ് വിച്ച് ബിലോങ് ടു A ബട്ട് നോട്ട് ടു B. ഇപ്പോൾ ബിയിൽ ഇല്ല, എയിൽ ഉണ്ട്. ഇപ്പോൾ രണ്ട് സെറ്റ് തന്നാൽ ആ സെറ്റിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ A - B എന്ന് പറഞ്ഞാൽ ബിയിൽ ഇല്ലാത്ത എയിലുള്ള എലമെൻസിൻ്റെ സെറ്റാണ് A - B. ഇപ്പോൾ നമ്മളുടെ കയ്യിൽ 10 ഓറഞ്ചസ് ഉണ്ട്. ഇപ്പോൾ 10 ഓറഞ്ചിൽ നിന്ന് നമുക്ക് 6 ഓറഞ്ചിന് മാറ്റണം. അപ്പോൾ 10 - 6 എന്ന് പറഞ്ഞാൽ എന്താ? 10 നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 10 ഓറഞ്ചാണ്. അപ്പോൾ ആ 10 ഓറഞ്ചിൽ നിന്ന് നമുക്ക് 6 ഓറഞ്ചിനെ മാറ്റിയാൽ ബാക്കി വരുന്നത് എന്താ? 4. അപ്പോൾ 10 - 6 എന്താ? 4. അതുപോലെയാണ് സെറ്റ്. A എന്നുള്ള സെറ്റിൽ നിന്ന് സെറ്റ് ബിയിലെ എലമെൻസിനെ മാറ്റിയാൽ ബാക്കി വരുന്ന എലമെൻസിൻ്റെ സെറ്റാണ് A - B. ഇവിടെ രണ്ട് സെറ്റ് എടുത്തിട്ടുണ്ട്. A ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5. B ഈസ് ഈക്വൽ ടു സെറ്റ് 3, 4, 5, 6, 7, 8. ഇവിടെ നമുക്ക് A - B കണ്ടുപിടിക്കണം. അപ്പോൾ A - B ആണെങ്കിൽ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? എയിൽ നിന്ന് സെറ്റ് ബിയിലുള്ള എലമെൻസിനെ അങ്ങ് മാറ്റിയാൽ മതി. അപ്പോൾ സെറ്റ് എയിൽ നിന്ന് ബിയിലുള്ള എലമെൻസിനെ മാറ്റുമ്പോൾ കിട്ടുന്നതാണ് A - B. അപ്പോൾ സെറ്റ് ബിയിലുള്ള എലമെൻസ് എയിലുള്ളത് ഏതാ? ബിയിലെ 3ഉം 4ഉം 5ഉം ഈ എയിൽ ഉണ്ട്. അപ്പോൾ ബിയിലുള്ള സെറ്റിലെ എലമെൻറ്റ്സ് എയിലുണ്ടെങ്കിൽ അതിനെ എയിൽ നിന്ന് അങ്ങ് മാറ്റുക. അപ്പോൾ ബിയിലുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 3ഉം 4ഉം 5ഉം ആണ് എയിലുള്ളത്. ആ 3ഉം 4ഉം 5നെ എയിൽ നിന്ന് അങ്ങ് മാറ്റിയാൽ എന്ത് കിട്ടും? A - B ആവും. അപ്പോൾ സെറ്റ് ഏതാ? 1, 2. ഈ രണ്ട് എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ A - B ഈക്വൽ ടു സെറ്റ് 1, 2. ഇനി നോക്കിയേ, B - A എന്തായിരിക്കും? ബി എന്ന സെറ്റിലെ എലമെൻസിൽ നിന്ന് എയിലുള്ള എലമെൻസിനെ അങ്ങ് മാറ്റിയാൽ മതി. അപ്പോൾ സെറ്റ് എയിലുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയുണ്ട്? 3ഉം 4ഉം 5ഉം ആണ് എയിലെ എലമെൻറ്റ്സ് ബിയിൽ ഉള്ളത്. അപ്പോൾ ഈ ബിയിലെ എലമെൻറ്റ്സിൽ നിന്ന് എയിലെ എലമെൻറ്റ്സ് ആയ 3, 4, 5 അങ്ങ് മാറ്റിയാൽ ബാക്കി വരുന്നതായിരിക്കും B - A. അപ്പോൾ ബാക്കി വരുന്നത് ഏതാ? 3ഉം 4ഉം 5ഉം മാറ്റിക്കഴിഞ്ഞാൽ 6, 7, 8. ഇത് രണ്ടും ഈക്വൽ ആണോ? A - Bയും B - Aയും ഈക്വൽ ആണോ? അല്ല. അപ്പോൾ A - B ഈസ് നോട്ട് ഈക്വൽ ടു B - A. അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്തെഴുതാം? A - B ഈസ് നോട്ട് ഈക്വൽ ടു B - A. ഇനി A - Bയുടെ സെറ്റ് ബിൽഡർ ഫോം എന്താണെന്ന് നോക്ക്. ദിസ് സെറ്റ് ഓഫ് ഓൾ x such that x belongs to A and x does not belong to B. അപ്പോൾ A - Bയിലെ ഓരോ എലമെൻറ്റും എയിലുണ്ട്, പക്ഷേ ബിയിൽ ഇല്ല. അപ്പോൾ ഇവിടെ A - B നോക്കിയേ. 1 എവിടെ ഉണ്ട്? എയിലുണ്ട്, പക്ഷേ അത് ബിയിലുണ്ടോ? ഇല്ല. 2 എയിലുണ്ട്, ബിയിലില്ല. ഈ ഒരു പ്രോബ്ലം നോക്കിയേ. ഇഫ് x is equal to set A, B, C, D
and y is equal to set f, b, d, g. Find x minus y, y minus x, x intersection y. അപ്പോൾ ആദ്യത്തെ എന്താ എക്സ് മൈനസ് വൈ ആണ്. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന സെറ്റിൻ്റെ ഈ സെറ്റിൽ നിന്ന് വൈയിലുള്ള എലമെൻസിനെ അങ്ങ് മാറ്റിയാൽ പോരെ എക്സ് മൈനസ് വൈ കിട്ടുമല്ലോ. അപ്പം ഈ എക്സ് എന്ന് പറയുന്ന സെറ്റിലെ വൈയിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ് ഇവിടെ കയറിയേക്കുന്നത്? ഈ വൈയിലുള്ള ഏതൊക്കെ എലമെൻറ്റ്സ് ഇതിനകത്ത് കയറി കൂടിയിട്ടുണ്ട്? ബി ഉണ്ട്, പിന്നെന്താ ഡിയും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ബിയും ഡിയും ഈ എക്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അതിനെ അങ്ങ് മാറ്റിയാൽ മതി. അപ്പോൾ ബിയും ഡിയും മാറ്റിയാൽ ബാക്കി വരുന്നത് ഏതാ? എ സി. അപ്പം എക്സ് മൈനസ് വൈ എന്താ? സെറ്റ് എ സി. ഇനി രണ്ടാമത്തെ വൈ മൈനസ് എക്സ്. വൈ മൈനസ് എക്സ് എന്താ? ഈ സെറ്റിൽ വൈയിൽ കയറി കൂടിയിട്ടുള്ള എക്സിലെ എലമെൻറ്റ്സ് അത് ഏതൊക്കെയാണ്? വൈയിൽ കയറിയേക്കുന്ന എക്സിലെ എലമെൻറ്റ്സ് ബി ഉണ്ട്, ഡിയും ഉണ്ട്. അപ്പം ഈ വൈയിൽ എക്സിലെ എലമെൻറ്റ്സ് ആയിട്ട് ബിയും ഡിയും ഉണ്ട്. അപ്പോൾ ഈ ബി ഡി ഇതിനെ അങ്ങ് മാറ്റിയാൽ മതി. അപ്പോൾ എന്ത് വരും? വൈ മൈനസ് എക്സ്. അപ്പോൾ ഏതൊക്കെയാണ്? ബിയും ഡിയും മാറിയാൽ ബാക്കി വരുന്ന ഏതാ? എഫ് ജി. അപ്പോൾ അതാണ് വൈ മൈനസ് എക്സ്. ഇനി എക്സ് ഇൻ്റർസെക്ഷൻ വൈ. അപ്പോൾ ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ളതും രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ബിയും ഉണ്ട്, ഡിയും ഉണ്ട്. അപ്പം ബി ഡി ആണ് കോമൺ എലമെൻറ്റ്സ്. എക്സ് ഇൻ്റർസെക്ഷൻ വൈ ഈസ് ഈക്വൽ ടു സെറ്റ് ബി ഡി. If R is the set of real numbers and Q is the set of rational numbers, then what is R minus Q? R എന്ന് പറയുന്ന സെറ്റ് എന്താ? റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. Q സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും കൂടെ ചേരുന്നതാണ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഈ റാഷണലും ഇറാഷണലും കൂടെ ചേരുന്നതാണ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. അതിൽ നിന്ന് നമുക്കെന്താ? റിയൽ നമ്പേഴ്സിൽ നിന്ന് ഈ റാഷണൽ നമ്പർ മാറ്റിയാൽ ബാക്കി വരുന്നത് എന്താ? ഇറാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. അപ്പം അതിൻ്റെ ആൻസർ എന്താ? സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ്. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, ആർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. അതിൻ്റെ രണ്ട് സബ്സെറ്റാണ് റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും. അപ്പോൾ ഈ റിയൽ നമ്പേഴ്സിനകത്ത് റാഷണൽ നമ്പറും വരും, ഇറാഷണൽ നമ്പേഴ്സും വരും. അപ്പോൾ ഈ റിയൽ നമ്പേഴ്സിലെ ക്യൂ ആണ് ഇവിടെ തന്നിരിക്കുന്നത്, സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ റിയൽ നമ്പേഴ്സിൽ നിന്ന് റാഷണൽ നമ്പേഴ്സ് പോയാൽ മാറ്റിയാൽ എന്ത് വരും? ഇറാഷണൽ നമ്പേഴ്സ്. അപ്പോൾ ആർ മൈനസ് ക്യൂ ഇസ് എ സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ്. എ മൈനസ് ബിയുടെ വെൻ ഡയഗ്രമാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. ഇതിൽ സെറ്റ് എയും സെറ്റ് ബിയും പിന്നെ ഇതെന്താ? റെക്റ്റാങ്കിൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന യൂണിവേഴ്സൽ സെറ്റ്. അപ്പോൾ ഇതിനകത്ത് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ പാർട്ടാണ് എ മൈനസ് ബി. അപ്പോൾ ഇത് ഇത്രയും എ മൈനസ് എയിലുള്ള ഫുൾ പാർട്ട് വരുന്നില്ല, ഇതിനകത്ത് ഇതങ്ങോട്ട് മാറ്റുന്നുണ്ട്, ഇത്രയും പാർട്ട് മാറ്റുന്നുണ്ട്. കാരണം എന്താ? അത് ബിയിലൂടെ വരുന്നതാണ്. അപ്പോൾ ഇത്രയും ഭാഗം മാത്രമാണ് എ മൈനസ് ബി. ഇവിടെയാണെങ്കിലോ ഇത് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ബി മൈനസ് എ. അപ്പോൾ ഇതിനകത്താണ് ഇത്രയും പാർട്ട് മാറ്റിയിട്ടുണ്ട്. കാരണം എന്താ? അത് എയിലും കൂടെ ഉള്ളതാണ്. അപ്പം ഇത് ബിയിൽ മാത്രം ഉള്ളതാണ് ഇത് ബി മൈനസ് എ. എയിലില്ലാതെ ബിയിൽ മാത്രം ഉള്ളതാണ് ബി മൈനസ് എ. ഇനി ഇവിടെ ഈ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന എ മൈനസ് ബി, ഇത് എന്താ? ബി മൈനസ് എ, ഗ്രീൻ കളർ ബി മൈനസ് എ. ഇത് ബ്ലൂ കളറിൽ ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നു, അത് എ ഇൻ്റർസെക്ഷൻ ബി. എ മൈനസ് ബിയിലും എ ഇൻ്റർസെക്ഷൻ ബിയിലും ബി മൈനസ് എയിലും ഉള്ള എലമെൻറ്റ്സ് എല്ലാം കൂടെ ചേർത്ത് എന്താ വരുന്നത്? എ യൂണിയൻ ബിയിലെ എലമെൻറ്റ്സാണ്. ഇത് മൊത്തം വരത്തില്ലേ? എ യൂണിയൻ ബി ആണ്. എ മൈനസ് ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ ബി മൈനസ് എ. ഇതാണ് കോമൺ പാർട്ട്. ഇനി എ മൈനസ് ബിയുടെ സെറ്റ് ബിൽഡർ ഫോം നമ്മൾ നേരത്തെ പഠിച്ചതാ. ദി സെറ്റ് ഓഫ് ഓൾ എക്സ് ലൈക്ക് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ് ടു ബി. എയിലുണ്ട്, ബിയിലില്ല. ബി മൈനസ് എ ആണെങ്കിലോ ദി സെറ്റ് ഓഫ് ഓൾ എക്സ് ലൈക്ക് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ബി ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ് ടു എ. ഇപ്പോൾ ബിയിലുണ്ട്, എയിൽ ഇല്ല. ആ സെറ്റിലെ ഓരോ എലമെൻറ്റും ബിയിലുണ്ട്, പക്ഷേ എയിൽ ഇല്ല. നമുക്കിവിടെ രണ്ട് സെറ്റ് എടുക്കാം. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 3 4 8 9. ഈ രണ്ട് സെറ്റിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ, ഈ രണ്ട് സെറ്റിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ ഏതാ? രണ്ടിലും കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് ഏതാണ്? 3ഉം 4ഉം. ഇവിടെ 3 4 ഉണ്ട്, ഇവിടെയും 3 4 ഉണ്ട്. അപ്പോൾ നമുക്ക് വെൻ ഡയഗ്രാം വരച്ചു. ഇത് യൂണിവേഴ്സൽ സെറ്റ് റെക്റ്റാങ്കിളിൽ റെപ്രസെൻറ്റ് ചെയ്തു, എയും ബിയും രണ്ട് സെറ്റ്. ഇനി നമ്മൾ ആദ്യം ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റിനെ ഇവിടോട്ട് നമുക്ക് എഴുതാം. ഇതിൽ ഈ രണ്ട് സെറ്റിലെയും കോമൺ എലമെൻറ്റ്സ്
ഏതാ 3, 4. അത് നമുക്ക് ഈ ഒരു പാർട്ട് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഈ ഒരു പോർഷനിൽ നമ്മൾ എഴുതി 3ഉം 4ഉം. ഇനി എ എന്ന സെറ്റിലെ 3ഉം 4ഉം കഴിഞ്ഞാൽ ബാക്കിയുള്ള എലിമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഇവിടെ എ എന്ന സെറ്റിലെ 3ഉം 4ഉം ഇവിടെ വന്നിട്ടുണ്ട്. ബാക്കി വരുന്ന ഏതാ? 1, 2, 5. അത് നമുക്ക് ഈ ഒരു പാർട്ടിൽ എഴുതാം. ഇപ്പോൾ എല്ലാം വന്നില്ലോ. എ എന്ന സെറ്റിലെ എലിമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 5. ഇനി നമുക്ക് ബി എന്ന സെറ്റിലെ എലിമെൻറ്റ്സ് നോക്കിയേ. 3, 4, 8, 9 ആണ്. അപ്പോൾ 3, 4 ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ബാക്കി വരുന്ന 8, 9 നമുക്ക് ഇവിടെ എഴുതാം. അപ്പോൾ ബി എന്ന സെറ്റിലെ എലിമെൻറ്റ്സ് ഏതൊക്കെയാണ്? 3, 4, 8, 9. അതെ, 3, 4, 8, 9. ഇത് ഇത്രയും പാർട്ട് എന്താ? ഈ ഒരു പാർട്ടാണ് എ മൈനസ് ബി. എ മൈനസ് ബി നമുക്കൊന്ന് എഴുതാം. ഇവിടെ എ മൈനസ് ബി എത്രയാണ്? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? എയിൽ നിന്ന് ബിയിലുള്ള എലമെൻസിനെ അങ്ങ് മാറ്റിയാൽ മതി. അപ്പം എയിലെ ബിയിലുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയേ ഉള്ളൂ? 3ഉം 4ഉം മാത്രമല്ലേ ഉള്ളൂ ബിയിലെ എലമെൻറ്റ്സ് എയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ 3, 4നെ അങ്ങ് മാറ്റിയാൽ ബാക്കി വരുന്ന ഏതാണ്? 1, 2, 5. അപ്പോൾ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ സെറ്റ് 1, 2, 5. ഇനി ബി മൈനസ് എ ആണെങ്കിലോ ബിയിലുള്ള എലമെൻറ്റ്സിൽ എയിലെ എലിമെൻറ്റ്സ് ഏതൊക്കെ ബിയിൽ വന്നിട്ടുണ്ടോ അതിനെ അങ്ങ് മാറ്റുക. അപ്പോൾ ബിയിൽ എയിലുള്ള എലിമെൻറ്റ്സ് ഏതൊക്കെ ഇവിടെ ബിയിലുണ്ട്? 3, 4. അപ്പോൾ ഈ 3, 4നെ അങ്ങ് മാറ്റുക. അപ്പോൾ എന്ത് വരും? ബി മൈനസ് എ സെറ്റ് 8, 9. ഇപ്പം നമുക്ക് ഇത്രയും പാർട്ട്, ഈ 1, 2, 5 ആണല്ലോ എ മൈനസ് ബി വന്നിരിക്കുന്ന. അപ്പോൾ ഇത്രയും പാർട്ടാണ് ഏതാ? എ മൈനസ് ബി. അതുപോലെ ഇത്രയും പാർട്ട് എന്താ? 8, 5 ഉണ്ടോ? ബി മൈനസ് എ 8, 9. അപ്പോൾ ഇത്രയും പാർട്ട് എന്താ? ഇത് ബി മൈനസ് എ, ഇത് ബി മൈനസ് എ, ഇത് എ മൈനസ് ബി. ഇനി നോക്കിയേ, ഇത് എ മൈനസ് ബി ആണല്ലോ. ഈ പാർട്ട് എ മൈനസ് ബി, ഇത് ബി മൈനസ് എ, ഇത് എ ഇൻ്റർസെക്ഷൻ ബി. ഈ എ മൈനസ് ബിയിലും എ ഇൻ്റർസെക്ഷൻ ബിയിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് ഏതാ? ഇതിൽ രണ്ടിലും. കാരണം ഇതൊരു സെറ്റാണെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന സെറ്റ് 1, 2, 5, എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 3, 4 ആണ്. അപ്പോൾ ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് ഉണ്ടോ? ഇല്ല. ഇതിനകത്ത് എ മൈനസ് ബിയിൽ 1, 2, 5 മാത്രമേ ഉള്ളൂ. അതേസമയം എ ഇൻ്റർസെക്ഷൻ ബിയിലോ 3ഉം 4ഉം. പിന്നെ ബി മൈനസ് എയിലാണെങ്കിലോ 8, 9. അപ്പോൾ ഈ 3 സെറ്റിലും ഏതെങ്കിലും എലമെൻറ്റുകൾ കോമൺ ആയിട്ടുണ്ടോ? ഇല്ല. ഈ എയും ബിയും എടുത്താൽ അതിൽ കോമൺ ആയിട്ടുള്ള എലമെൻറ്റ് 3ഉം 4ഉം ആണ്. അല്ലാതെ നമ്മൾ ഓരോ സെറ്റ് എടുത്താൽ, ഇപ്പോൾ ഇത് എ 1, 2, 3, 4, 5. പിന്നെ എ ഇൻ്റർസെക്ഷൻ ബി എന്താ? 3, 4. അപ്പോൾ എ എന്ന സെറ്റിലും എ ഇൻ്റർസെക്ഷൻ ബിയിലും 3, 4 കോമൺ ഉണ്ട്. പക്ഷേ എ മൈനസ് ബിയിലും എ ഇൻ്റർസെക്ഷൻ ബിയിലും എന്തെങ്കിലും കോമൺ ഉണ്ടോ? എ മൈനസ് ബി എന്താ? 1, 2, 5 ആണ്. എ ഇൻ്റർസെക്ഷൻ ബിയിലാണെങ്കിലോ 3, 4. അപ്പം ഈ രണ്ട് സെറ്റ് ഇതെന്താ? നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, രണ്ട് സെറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ, ഇതിൻ്റെ രണ്ടിലും കോമൺ എലമെൻറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് എന്താ? ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്താണ്? എം ടി സെറ്റാണ്. അപ്പം എം ടി സെറ്റ് എ മൈനസ് ബി ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ ബി, അതെന്താ? എം ടി സെറ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് സെറ്റ് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആണെന്ന് പറയാം. രണ്ട് സെറ്റ് ഡിസ്ജോയിൻറ്റ് ആവണമെങ്കിൽ എന്താ? എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു നൾ സെറ്റ്. ഇനി ബി മൈനസ് എയും എ ഇൻ്റർസെക്ഷൻ ബിയും കൂടെ നോക്കിയേ. ഈ രണ്ട് സെറ്റ് എടുത്താലോ? ഇവിടെ രണ്ടും കോമൺ ആയിട്ട് എലമെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവയുടെ ഇൻ്റർസെക്ഷൻ എന്തായിരിക്കും? എം ടി സെറ്റ് ആയിരിക്കും. അപ്പോഴെന്താ? ഈ രണ്ട് സെറ്റും എന്താ? ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആണ്. ഇനി എ മൈനസ് ബിയും എ ഇൻ്റർസെക്ഷൻ ബിയും നോക്കിയേ. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഇൻ്റർസെക്ഷൻ എന്താ? എം ടി സെറ്റാണ്. അപ്പോൾ എന്താ? ഈ രണ്ട് സെറ്റും ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്താ പറയാൻ പറ്റുന്നത്? എ മൈനസ് ബി, അതുപോലെ ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി, ഈ 3 സെറ്റും മ്യൂച്വലി ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എന്ന് നമുക്ക് പറയാം. പിന്നെന്താ വേറെ പ്രത്യേകതകൾ? എ എന്ന സെറ്റിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 5 ആണ്. എ മൈനസ് ബിയിലാണെങ്കിലോ 1, 2, 5. അപ്പം ഈ എ എന്ന സെറ്റിലെ എലമെൻറ്റ്സ് ആണല്ലോ ഈ 1, 2, 5. ഇതാണ് 1, 2, 5. അപ്പോൾ അതിൽ നമുക്ക് എന്താ പറയാം? എ എന്ന സെറ്റിൻ്റെ ഒരു സബ്സെറ്റാണ് എ മൈനസ് ബി. അപ്പോൾ എ മൈനസ് ബി ഈസ് ദി സബ്സെറ്റ് ഓഫ് എ. അതുപോലെ ബി മൈനസ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. കാരണം എന്താ? ഈ ബിയിലെ എലമെൻറ്റ്സ് അല്ലേ ഇതിനകത്ത് വന്നിരിക്കുന്ന 8ഉം 9ഉം ബിയിലെ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ബിയുടെ ഒരു സബ്സെറ്റാണ് ബി മൈനസ് എ. അപ്പോൾ ബി മൈനസ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. എ മൈനസ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ.
the sets A minus B, A intersection B and B minus A are mutually disjoint sets. A minus B is a subset of A, B minus A is a subset of B. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 5 7 8, ഫൈൻഡ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടു സെറ്റ്സ്. ഈ രണ്ട് സെറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ്, അത് എ മൈനസ് ബിയും ആകാം ബി മൈനസ് എയും ആവാം. അപ്പോൾ നമുക്ക് ആദ്യം എ മൈനസ് ബി എടുക്കാം. സെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 5 7 8. അപ്പോൾ എ മൈനസ് ബി നോക്കിയേ, എ മൈനസ് ബി ആണെങ്കിൽ എന്താ, എ എന്ന സെറ്റിൽ ബിയിലെ ഏതെങ്കിലും എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ അങ്ങ് മാറ്റിയാൽ മതി. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിലെ ബിയിലെ എലമെൻറ്റ്സ് ഏതെങ്കിലും ഉണ്ടോ? ഇവിടെ ബിയിലെ എലമെൻറ്റ്സ് ബിയിലെ ഒരു എലമെൻറ്റ് പോലും എയിൽ ഇല്ല. അപ്പം ബിയിലുള്ള എലമെൻറ്റ്സിനെ എയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ എലമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താ ആൻസർ? എ മൈനസ് ബി. എ തന്നെയാണ് വരുന്നത്, സെറ്റ് 1 2 3. ഇനി ബി മൈനസ് എ നോക്കിയേ, ബി എന്ന സെറ്റിൽ എയിലെ ഏതെങ്കിലും എലമെൻറ്റ്സ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ എന്താ ബി മൈനസ് എ? ബി തന്നെയാണ്. ബിയിലെ എലമെൻറ്റ്സിൽ ഒന്നും എയിലെ എലമെൻറ്റുകൾ ഒന്നും ഈ ബിയിൽ ഇല്ല. അപ്പോൾ നമുക്ക് എന്താ, എയിലെ എലമെൻറ്റ്സിനെ ബിയിൽ നിന്നങ്ങ് മാറ്റിയാൽ എന്താ വരുന്നത്? ബി മൈനസ് എ 5 7 8 ഈക്വൽ ടു എന്താ 5 7 8 ബി തന്നെയാണ് വരുന്നത്. അപ്പോൾ എ മൈനസ് ബി എന്താ, എ തന്നെ വന്നു. അപ്പോൾ ഈ രണ്ട് സെറ്റും ഡിസ്ജോയിൻറ്റ് സെറ്റ്സാണ്. ഇതിനകത്ത് കോമൺ എലമെൻറ്റ്സ് ഒന്നുമില്ല. അപ്പം എ മൈനസ് ബി എടുത്തപ്പോൾ എന്ത് വന്നു? എ കിട്ടി. ബി മൈനസ് എ എടുത്തപ്പോൾ ബിയും ആൻസറായിട്ട് വന്നു. ബി എന്ന സെറ്റാണ് ബി മൈനസ് എ. ഇവിടെ നമ്മൾ രണ്ട് സെറ്റ് എടുത്തിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 3 5 7, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1 5. ഇതിൽ നിന്ന് എ മൈനസ് ബി എന്തായിരിക്കും? എ മൈനസ് ബി എയിലെ ബിയിലുള്ള എലമെൻറ്റ്സിനെ മാറ്റുക. ബിയിലുള്ള എലമെൻറ്റ്സ് ഏതാ? 1 5. അപ്പോൾ ബാക്കി വരുന്നത് എന്താ? 1 5 പോയാൽ ബാക്കി വരുന്നത് 3 7. അപ്പോൾ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ 3 7. ഇനി ബി മൈനസ് എ ആണെങ്കിലോ, ബിയിൽ ഉള്ള എലമെൻറ്റ്സിൽ എയിലെ എലമെൻറ്റ്സ് ആയിട്ട് വരുന്നതിനെ മാറ്റുക. അപ്പം എയിലെ എലമെൻറ്റ്സ് ഏതാ? 1 5 ഉണ്ട് ബിയിൽ. അപ്പോൾ ഈ 1 5 ബിയിൽ നിന്ന് മാറ്റിയാൽ പിന്നെന്താ ഇവിടെ വരുന്നത്? എം ടി സെറ്റ്. അപ്പോൾ ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ബിയിൽ എയിലെ എലമെൻറ്റ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അങ്ങ് മാറ്റുക. അപ്പോൾ ബിയിൽ എയിലെ എലമെൻറ്റ്സ് ആയിട്ട് 1 5 ഉണ്ട് ഇവിടെ. അപ്പം 1 5 ഇതിൽ നിന്ന് മാറ്റിയാൽ പിന്നെ ബാക്കി വരുന്നത് എന്താ? എം ടി സെറ്റ്. ഇതിനകത്ത് എലമെൻറ്റുകളൊന്നുമില്ല. അപ്പോൾ ബി മൈനസ് എ എന്താ? എം ടി സെറ്റ് 5.